യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്ധർക്കു കാഴ്ച, ചെകിടർക്കു കേൾവി, രോഗശാന്തിയും നൽകിയവൻ. വചനത്താൽ ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. പരിശുദ്ധാത്മാവായ ദൈവം നമ്മോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമോ? സംസാരിക്കും. വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെ വചനങ്ങൾ. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകരും ഉണ്ടായിരുന്നു. ബാർന്നബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, കിറേനക്കാരൻ ലൂസിയോസ്, സാമന്ത രാജാവായ ഹെരോദേസിനോടുകൂടെ വളർന്ന മനായൻ. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബാർന്നബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവെപ്പ് നടത്തി പറഞ്ഞയച്ചു. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. അവൾ ശുശ്രൂഷ ചെയ്യുന്നവരോടും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുന്നവരോടുമാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. വയറ് നിറച്ച് കള്ളു കുടിച്ചിട്ട് കിടക്കുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കുമോ? 4 നേരം 6 നേരം ഫുഡ് അടിച്ചിട്ട് കിടന്നുറങ്ങുന്നവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുമോ? ഇല്ല. പിന്നെ ആരോടെ സംസാരിക്കുന്നത്?
ഉപവസിക്കുന്നവരോട്, പ്രാർത്ഥിക്കുന്നവരോട്, ദൈവ ശുശ്രൂഷകളിൽ മുഴുകുന്നവരോടാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് സന്ദേശങ്ങൾ നൽകും. അപകടങ്ങളും മരണങ്ങളും രോഗങ്ങളും സംഭവിക്കാനിരിക്കുന്നതും എല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഉപവസിച്ചും പ്രാർത്ഥിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. അങ്ങനെ വചനമെഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. പരിശുദ്ധാത്മാവായ ദൈവം അവരോട് പറഞ്ഞു. അവരോടൊരു കാര്യം കൊണ്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുകയാണ്. ബാർന്നബാസിനെയും ശൗലിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. പരിശുദ്ധാത്മാവ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ബാർന്നബാസിനെയും ശൗലിനെയും ഞാൻ വിളിച്ച ജോലിക്കായിട്ട് മാറ്റി നിർത്തുക. പരിശുദ്ധാത്മാവ് അവരോട് പറയുകയാണ്. ഇന്നങ്ങനെ പരിശുദ്ധാത്മാവ് പറയുവോ? ഉറപ്പാണ്, പരിശുദ്ധാത്മാവ് പറയും. 1996 പാലാ താബോർ ധ്യാന കേന്ദ്രത്തിൽ ഞാനൊരു ധ്യാനം നടത്തുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. ധ്യാനത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ടൊക്കെ ജോലി ചെയ്യാം. എൻ്റെ അടുക്കൽ വന്ന് പരിചയപ്പെട്ടു. പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ കാണുകയാണ്, ഈ വ്യക്തി ഒരു വൈദികൻ്റെ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ ചോദിച്ചു, വൈദികനാകാൻ അങ്ങനെ വല്ല ആഗ്രഹമോ ഇഷ്ടമൊക്കെ ഉണ്ടെന്ന്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു വൈദികനാകാൻ പോകാൻ. പക്ഷെ എൻ്റെ പപ്പായ്ക്കൊരു നിർബന്ധമുണ്ടായിരുന്നു. വീട്ടിൽ ആർക്ക് വേണമെങ്കിലും വൈദികനാകാനോ, സഹോദരിമാരുണ്ട്, സിസ്റ്റേഴ്സ് ആകാനൊക്കെ പോകാൻ ഒരു തടസ്സമില്ല. പക്ഷേ ഡിഗ്രി വിദ്യാഭ്യാസം കഴിയാതെ അപ്പച്ചൻ വിടത്തില്ല. അപ്പം ചെറുപ്പത്തിൽ വലിയ ആഗ്രഹമായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവ് എന്നെ ഇങ്ങനെ കാണിക്കുന്നു, ഉടുപ്പൊക്കെ ഇട്ട് വൈദികൻ്റെ കുപ്പായമൊക്കെ കൊണ്ട് നിൽക്കുന്നതിനെ കാണിക്കുന്നു. ഏതായാലും ഈ ധ്യാനത്തിൽ ഈശോയോട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ ആ വിളിയും തുറക്കപ്പെടും. എന്നോട് പറഞ്ഞു, ബ്രദറെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിപ്പം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ടൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഏതായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇച്ചിരി സംസാരിച്ചു, കർത്താവിൻ്റെ സന്ദേശങ്ങളൊക്കെ പറഞ്ഞു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ധ്യാനമൊക്കെ കഴിഞ്ഞ് മടങ്ങിപ്പോയി. ഒരു 3 വർഷം മുൻപ് ആ വ്യക്തിയെ ഞാൻ ഒരു ധ്യാന സെൻറ്ററിൽ വെച്ച് കാണുകയാണ്. ഞാനവിടെ ആദ്യമായിട്ടൊരു ധ്യാനത്തിൻ്റെ സെൻറ്ററാണ്. ആ ധ്യാനത്തിന് അവിടെ ചെന്നപ്പോൾ അടുത്ത ഡയറക്ടർ പറഞ്ഞു, പോൾ എന്ന് പറയുന്ന ഒരു അച്ഛനെ അറിയാമെന്ന് ചോദിച്ചു. അങ്കമാലി സ്വദേശിയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് അത്ര പരിചയം തോന്നുന്നില്ലെന്ന്. എന്നാൽ സാമു ബ്രദറിനെ വളരെ അടുത്തറിയാവുന്ന ആളാണ്. ഇന്ന് ധ്യാനത്തിന് കുർബാന ചെല്ലാൻ വരും, ബ്രദറിനെ കാണാനായിട്ട് കൊതിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അന്ന് കുർബാന ചെല്ലാനായിട്ട് വന്ന വ്യക്തി പോൾ അച്ഛൻ എൻ്റെ വന്ന് കയ്യെ പിടിച്ചിട്ട് ചോദിച്ചു, എന്നെ അറിയുമോ? ഞാൻ പറഞ്ഞു, ഞാൻ അത്ര ഓർക്കുന്നില്ല. 96 ധ്യാനം കൂടിയപ്പോൾ എന്നോട് പറഞ്ഞില്ലേ ഇങ്ങനെ വൈദികനായിട്ട് കുപ്പായമൊക്കെ ഇട്ട് നിൽക്കുന്ന കണ്ട്. അന്ന് ധ്യാനത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു, ഒരു തീരുമാനമെടുത്തു. ആത്മാവ് എനിക്കൊരു അഭിഷേകം തന്നു, വൈദികനായി തീരുമാൻ ഒരു ചിന്ത ഞാൻ എടുത്തു, ഒരു ഉറച്ച തീരുമാനം എടുത്തു. എൻ്റെ വീട്ടിൽ പോയി ഞാൻ അപ്പച്ചനോട് അമ്മച്ചോടൊക്കെ പറഞ്ഞു. അവർക്കൊരു തടസ്സവുമില്ല. അങ്ങനെ ഈശോ സഭയിൽ ചേർന്ന് പോൾ വൈദികനായി മാറുകയാണ്. ഹല്ലേലൂയ. 96 അന്ന് സംസാരിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ വൈദികനായി വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ അവിടെ വെച്ച് കാണുകയാണ്. വലിയ സന്തോഷമായി പോയി. അദ്ദേഹം കാഞ്ഞിരപ്പള്ളി ലേക്ക് ജെയിംസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് അന്നിരിക്കുന്ന സമയത്താണ് ഒന്ന് കുർബാനയിൽ ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ അവിടെ സഭയിൽ പ്രൊവിൻഷ്യാളോ മറ്റോ ഒക്കെ ആയിട്ട് ദൈവം ഉയർത്തി ഇന്ന് വലിയ നിലയിലാണ് പോളച്ചൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് അന്ന് തന്ന ഒരു വെളിപ്പെടുത്തൽ അതുപോലെ തന്നെ സംഭവിക്കുകയാണ്. ഇന്ന് സഭയുടെ പ്രൊവിൻഷ്യാളോ മറ്റോ ഉന്നത നിലയിൽ പരിശുദ്ധാത്മാവ് വളർത്തി എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്ന് ഇവിടെ എഴുതി വച്ചിരിക്കുന്നു. കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് പറയും, സംസാരിക്കും.
എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് സന്ദേശങ്ങൾ, അടയാളങ്ങൾ, വെളിപ്പെടുത്തൽ തന്നിട്ടുണ്ട്. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവെപ്പ് നടത്തി പറഞ്ഞയച്ചു. ഉപവസിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി അവരുടെ മേൽ കൈവെപ്പ് നടത്തി അവരെ ദൈവ ശുശ്രൂഷയ്ക്കായി, സുവിശേഷ വിലക്കായിട്ട് പറഞ്ഞയച്ചു. അന്ന് പോളച്ചൻ എന്നെ കണ്ടപ്പോൾ പറയുക, സഹോദരരെ, അന്ന് 96 പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ എല്ലാ സന്ദേശങ്ങളും അതേപടി നടന്നു. പരിശുദ്ധാത്മാവ് എന്ന് വെളിപ്പെടുത്തിയ മുഴുവൻ കാര്യം അതുപോലെ നടന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവം ദർശനങ്ങളിലൂടെ, പ്രവചനങ്ങളിലൂടെ, വെളിപാടുകളിലൂടെ നമ്മോട് സംസാരിക്കും. നമുക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ വചനത്തിലൂടെ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മോട് സംസാരിക്കും. അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനം. പൗലോസ് ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് മക്കദോനിയ, അക്കായിയ എന്നീ പട്ടണങ്ങൾ കടന്ന് ജെറുസലേമിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ എത്തിയതിനു ശേഷം തനിക്ക് റോമായും സന്ദർശിക്കണം എന്ന് അവൻ പറഞ്ഞിരുന്നു. ഉണ്ടോ? ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച്. ആത്മാവ് പ്രേരണ കൊടുക്കുക, വെളിപ്പെടുത്തി കൊടുക്കുക. ആത്മാവ് സംസാരിച്ച അനുസരിച്ച് മക്കദോനിയ, അക്കായിയ പട്ടണങ്ങൾ കടന്ന് ജെറുസലേമിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ എത്തിയതിനു ശേഷം തനിക്ക് റോമായും സന്ദർശിക്കണം എന്ന് അവൻ പറഞ്ഞിരുന്നു. ഉണ്ടോ? ഇവിടെ എല്ലാം പോകാനായിട്ട് ആരാണ് പൗലോസിനോട് പറഞ്ഞത്? പരിശുദ്ധാത്മാവ് പ്രേരണ കൊടുത്തു, ബോധ്യം കൊടുത്തു അങ്ങോട്ട് പോകാനായിട്ട്. അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായത്തിൻ്റെ 22, 23, 24 വചനങ്ങൾ. ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു. അവിടെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എന്ന് മാത്രം എനിക്കറിയാം. പൗലോസിനോട് ഇന്നടത്തോട്ട് പോകാൻ പറയുന്നു. അവിടെ ചെന്നാൽ അവിടെ കിട്ടുന്നത് എന്താ? കാരാഗ്രഹം, പീഡനം, അടിയും തൊഴിയും ഉപദ്രവവും കിട്ടുമെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അവൾ ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ അവിടെ എന്തു സംഭവിക്കുമെന്നൊക്കെ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനോട് സംസാരിച്ചിരുന്നു. എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്ത് പീഡനം വന്നാലും, എന്ത് സഹനം വന്നാലും പരിശുദ്ധാത്മാവ് ഇന്ന പട്ടണത്തിലേക്ക് പോകാൻ പറഞ്ഞാൽ അവിടേക്ക് പോകുന്ന വ്യക്തിയാണ് പൗലോസ്. അതായത് ആത്മാവിൻ്റെ നിർദ്ദേശം അതേപടി അനുസരിച്ച് പ്രവർത്തിച്ച വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് പ്രവർത്തിച്ചതിലൂടെ ഒത്തിരി കാരാഗ്രഹം അനുഭവിച്ചു, സഹിക്കേണ്ടി വന്നു, പീഡനമേറ്റു. ആണോ? അല്ലേ? അതെ, ഒത്തിരി സഹിച്ചു പൗലോസ്. അപ്പൊ ആത്മാവ് പോകാൻ പറയുന്ന സ്ഥലത്തേക്ക് പൗലോസ് പോയി. അവിടെ പീഡനങ്ങളും കാരാഗ്രഹവും നൊമ്പരങ്ങളുമാണ് പൗലോസ് ഏറ്റുവാങ്ങിയത്. നമ്മൾ തിരിച്ചറിയുക, പരിശുദ്ധാത്മാവായ ദൈവം നമ്മോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം, എല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും. പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനാണ്. പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ കൂട്ടുകാരനാണ്. നമ്മളെ കൈപിടിച്ച് വചനത്തിൻ്റെ വഴിയെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവം. ഒരിക്കലും പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണകൾ, പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. പരിശുദ്ധാത്മാവിനെ സങ്കടപ്പെടുത്തരുത്. പിതാവിനും
പുത്രനെതിരായി ചെയ്യുന്ന പാപം ക്ഷമിക്കപ്പെടും. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ക്ഷമിക്കപ്പെടത്തില്ല. ഈ ശരീരത്തെ മ്ലേച്ഛതയ്ക്ക് വിട്ടുകൊടുത്താൽ അത് പരിശുദ്ധാത്മാവിനുള്ള പാപമാണ്. പരിശുദ്ധാത്മാവ് ഒരു കാര്യം ചെയ്യാൻ നമ്മളോട് പറഞ്ഞാൽ അത് നമ്മൾ അതേപടി അനുസരിക്കണം. ഒരിക്കലും അത് നമ്മൾ ധിക്കരിക്കരുത്. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാം. പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം, മുൻപോട്ട് പോകാം. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ, നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തി നന്നായിട്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് അപേക്ഷിക്കാം. ആത്മാവിൻ്റെ കൃപകൾക്ക് വേണ്ടി, വരങ്ങൾക്ക് വേണ്ടി സ്തുതിച്ചേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, കൃപാവരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. വരാനിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ, വെളിപാടുകളും സന്ദേശങ്ങളും നൽകണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് നൽകിയ സന്ദേശങ്ങൾ അവഗണിച്ചതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതിരുന്നതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. പരിശുദ്ധാത്മാവേ, എന്നോട് കരുണയാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഒരിക്കലും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. ആത്മാവിൻ്റെ സ്വരം കേട്ട് അതനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഈ കുഞ്ഞിനെയുമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുക്കൽ വന്നു. ഇവർ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. വലിയ സങ്കടത്തോടെ ഈ മകളും അമ്മച്ചിയായിട്ട് എൻ്റെ അടുക്കൽ വന്നു. ഈ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു. അവർ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറയും. പക്ഷേ യേശുവിൻ്റെ വലിയ ഒരു സ്നേഹം ഈ കുഞ്ഞിനെ ഇന്നലെ കർത്താവ് തൊട്ടു. സഹോദരി യേശുവേ നന്ദി. എൻ്റെ പേര് സിബിയ, ചേട്ടൻ്റെ പേര് സൈജു, കൊച്ചിൻ്റെ പേര് മരിയ. ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കുവൈറ്റിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. അവിടെ വെച്ച് 3.5 വർഷത്തിന് മുമ്പ്, അതായത് ബ്രദറിൻ്റെ നെടുമുടി വെച്ച് ഒരു കൺവെൻഷൻ ധ്യാനം ഉണ്ടായിരുന്നു. അതിന് ഞാൻ പങ്കെടുത്തതിന് ശേഷമാണ് എനിക്ക് കുവൈറ്റ് ജോലി ലഭിച്ചതും. ദൈവം എനിക്കൊരു കുവൈറ്റ് ജോലിയും കിട്ടി. പിന്നെ മക്കളില്ലാത്തവരെ അനുഗ്രഹിച്ച് അങ്ങനെ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു ദൈവം എനിക്കൊരു കുഞ്ഞിനെ തരുമെന്ന്. 3 വർഷം കൂടിയാണ് കുഞ്ഞിനെ കിട്ടിയത്. 3.5 വർഷം കൂടി എനിക്ക് കുഞ്ഞിനെ ലഭിച്ചു. 3.5 വർഷം കൂടിയാണ് നെടുമുടി കൺവെൻഷൻ കർത്താവ് അനുഗ്രഹിച്ചൊരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞാ ഇതല്ലേ? കുഞ്ഞിനെ കൊടുത്തു, കുവൈറ്റിൽ ജോലിയും കൊടുത്തു. അവിടെ വെച്ച് കുഞ്ഞാണെങ്കിൽ വയറ്റിൽ മഷിയിട്ട് കുഞ്ഞിനെ തീർത്തും നീല കളറായിട്ട് ഒട്ടും കുഞ്ഞിനെ കിട്ടില്ല എന്ന് പറഞ്ഞ് 10 ദിവസം വെന്റിലേറ്ററിൽ ശ്വാസം പോലും എടുക്കാതെ കിടന്ന കുഞ്ഞാ. അപ്പം ഞങ്ങൾ അവിടെ വെച്ച് എല്ലായിടത്തോടും വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണവും കരുണക്കൊന്തയും ജപമാലയും ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം 10-ാം ദിവസമാണ് എൻ്റെ കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തെടുക്കുന്നത്. ആ സമയത്ത് അത് കഴിഞ്ഞാണ് ഞങ്ങൾ കുഞ്ഞിനെ നട്ടലിൻ്റെ കാര്യം കാണുന്നത്. നട്ടലിൻ്റെ ഒരു പെല്ല് പുറത്തോട്ട് നിന്നിട്ട് ഞരമ്പ് ജാമായിട്ടിരിക്കുമായിരുന്നു കുഞ്ഞിന്. വളരെ കാലം കുഞ്ഞിന്റെ നട്ടല് പുറത്തോട്ട് തള്ളിയിരുന്നിട്ട് ഞരമ്പ് ബ്ലോക്കായിട്ട് കാലുകൾ ചലിപ്പിക്കത്തില്ലാത്ത അവസ്ഥയിലായിരുന്നു കുഞ്ഞ്. അപ്പം അതുപോലെ തന്നെ മഷി കഴിച്ചിട്ട് കുഞ്ഞിൻ്റെ ബ്രെയിനിലാണെങ്കിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു. ബ്രെയിനിൽ അവർക്ക് പ്രതീക്ഷയില്ലാത്ത ഒരിതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമായിരുന്നു. ദൈവം തൊട്ട് സുഖപ്പെടുത്തി ജീവൻ തന്ന കുഞ്ഞാണ്. അവളെ എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ദൈവം തരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നു. ഇവിടെ വന്ന് നട്ടല് ഇവിടെ വന്നിട്ട് അമൃതയിൽ കാണിച്ചു കൊച്ചിന്റെ നട്ടല് എടുത്തു മാറ്റിയതാണ്. നട്ടല് ഇന്നലെ എന്നോട് പറഞ്ഞത് 2 ഡിസ്കുകൾ ഓപ്പറേഷൻ ചെയ്ത് എടുത്തു മാറ്റി. ചേച്ചി ആ കുഞ്ഞിനൊന്ന് പിടിക്കാമോ? എന്നിട്ട് ആ ബനിയനൊന്ന് പൊക്കി കാണിക്കാവോ? ഇവിടെ ഓപ്പറേഷൻ ചെയ്ത് ഇവിടുത്തെ നട്ടല് 2 ഡിസ്കുകൾ എടുത്തു മാറ്റിയതാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഒരു മൈനർ ഓപ്പറേഷനാണ്. ഈ മൈനർ ഓപ്പറേഷൻ കഴിഞ്ഞാൽ കൊച്ചിന് 4-4.5 മണിക്കൂർ എടുത്താണ് ചെയ്തത്. അതിനുശേഷം ബെൽറ്റ് ഇട്ടേക്കുമായിരുന്നു. സാധാരണ നടുവിനിടുന്ന ബെൽറ്റ് അല്ല, കുഞ്ഞിന് മറ്റേ ഒരു കട്ടിയുള്ള ബെൽറ്റാ. ആ ബെൽറ്റ് ഇട്ടിട്ട് കുഞ്ഞ് കടക്കത്തുമില്ല, ഉറങ്ങത്തുമില്ല, ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. അതിന് ഇന്നലെ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയത്ത് ബെൽറ്റ് ഊരി മാറ്റിയിട്ടാണ് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചത്. കുഞ്ഞിന് മൈനർ ഓപ്പറേഷൻ. അപ്പം ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത് കൊച്ചു നടക്കുന്നതിന് മുമ്പ് 6-ാം മാസം അല്ലെങ്കിൽ 9-ാം മാസം ആകുമ്പം കൊച്ചിന് വേറെ ഒന്നുകിൽ ഈ വയറിൻ്റെ അവിടുന്നോ തൊടയുടെ അവിടുന്നോ ഒരു 2 എല്ലെടുത്ത് ഗ്രാഫ്റ്റ് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അതായത് ഈ 2 ഡിസ്ക് എടുത്തു മാറ്റി. അപ്പം എത്ര വയസ്സാകുമ്പോഴാ?
6 മാസം അല്ലെ 9 മാസം കൊച്ചു 9 മാസം ആകുമ്പോഴത്തേക്കും ഈ കുഞ്ഞ് വീണ്ടും ഓപ്പറേഷൻ കമ്പി ഇടണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ അവസ്ഥയായിരുന്നു കുഞ്ഞിന്റെ പേരെന്താ? മരിയ സിയോൻ. മരിയ. ഇന്നലെ ഞങ്ങൾ ബ്രദറിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന് ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചപ്പം ഒരുമാതിരി ചൂട് അനുഭവപ്പെടുമായിരുന്നു. എനിക്ക് ചൂട് അനുഭവപ്പെടുമായിരുന്നു. കുഞ്ഞുമായിട്ട് നിന്നിട്ട് ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ചൂടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എന്റെ അടുക്കൽ വന്നപ്പോൾ ഇവര് പറഞ്ഞു, ഞാൻ കുഞ്ഞിന്റെ മുടയിലേക്ക് കൈവച്ച് എന്നിട്ട് പ്രാർത്ഥിച്ചു. അപ്പൊ ചേച്ചി പറയുന്നു ചൂട് ഭയങ്കര ചൂടായിരുന്നു അവിടെ നിന്നിട്ട്. അവിടെ നിന്നിട്ട് ഭയങ്കര ചൂടായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പം ബ്രദർ ചോദിച്ചു എല്ലിന്റെ ഇവിടെ ഇങ്ങനെ തപ്പി നോക്കാൻ പറഞ്ഞു. അത് തപ്പി നോക്കിയപ്പോ അവിടെ എല്ലുണ്ട്. യേശുവേ സ്തോത്രം. ഈ കുഞ്ഞിന് ഓപ്പറേഷനിൽ നീക്കം ചെയ്ത 2 എല്ലുകള് ഡിസ്കുകൾ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവിടെ സ്പർശിച്ചു നോക്കുമ്പോൾ ആ 2 എല്ലുകളും അവിടെ തന്നെയുണ്ട്. ഹല്ലേലൂയ. തൊട്ട് നോക്കിയായിരുന്നു ഇന്നലെ. എല്ലാം ഉണ്ടോ? ഉണ്ട്. ഈ കൂട്ടത്തിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും സ്റ്റേജിലേക്ക് വരാം. സിസ്റ്റർ വന്ന് അവിടെ എല്ലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു എത്ര വലിയവനാ! അവൻ അത്ഭുതങ്ങളുടെ ദൈവമാ. ഓപ്പറേഷൻ ചെയ്ത് നീക്കിയാലും പ്രാർത്ഥിക്കുമ്പോൾ അതേ സ്ഥാനത്ത് ഓപ്പറേഷനിൽ നീക്കം ചെയ്ത അതേ അവയവം കർത്താവ് വീണ്ടും സൃഷ്ടിക്കുന്ന അത്ഭുതം, ക്രിയേറ്റീവ് മിറക്കിൾ. ശരീരത്തെ നീക്കം ചെയ്ത അവയവം വീണ്ടും കർത്താവ് സൃഷ്ടിക്കുക. ഹല്ലേലൂയ. അങ്ങനെ മരിയയ്ക്ക് ഓപ്പറേഷന് നീക്കം ചെയ്ത ആ എല്ലുകൾ കർത്താവ് വീണ്ടും പുനഃസൃഷ്ടിച്ചിരിക്കുന്ന വലിയ ഒരു മിറക്കിള് കർത്താവ് ഇന്നലെ ചെയ്തു കഴിഞ്ഞിരിക്കുക. അപ്പനും അമ്മയും സിസ്റ്ററും അന്നേരം ഉണ്ടായിരുന്ന സിസ്റ്ററും ഒരു സിസ്റ്റർ കൊണ്ടൊക്കെ നോക്കിച്ചോ. എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാം ഉണ്ട്. ചേട്ടന്മാർ ആരെങ്കിലും ഒരാളൊന്ന് എഴുന്നേറ്റ് വരാമോ? കർത്താവ് തൊട്ട് ഒരു കുഞ്ഞിനെ തൊടാൻ കിട്ടുന്നതിന്റെ ഒരു ഭാഗ്യമാണ്. ഇവിടെ തൊട്ടു നോക്കി. ഇവിടെ മുതൽ ഇവിടെ എല്ലാം ഉണ്ട് നോക്കി. എല്ലാം ഉണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് എടുത്തു മാറ്റി എല്ലാം സൃഷ്ടിച്ചിരിക്കുക. എൻ്റെ കർത്താവ് എന്തൊരു സ്നേഹമാണ് നിനക്ക്. ഞങ്ങൾ അവിടെ വെച്ച് തന്നെ കൊച്ചിന് ഇത് കണ്ടപ്പോൾ തൊട്ട് ശാലോൻ ടി വി വെച്ചപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് സങ്കടപ്പെട്ട എല്ലിന്റെ കാര്യത്തെ പറ്റി പ്രാർത്ഥിച്ചപ്പോൾ സാബുബദറിന്റെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അസ്ഥികൾ പുല്ലുപോലെ തളർപ്പിക്കുമെന്ന് പറഞ്ഞൊരു ടോക്ക്. അന്നേരം തൊട്ട് ഞാൻ വിശ്വസിച്ചിരുന്നു എൻ്റെ കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുത്തുമെന്ന്. ഇവിടെ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഞങ്ങൾ സാബുബദറിന്റെ അടുത്ത് ധ്യാനം കൂടി. എനിക്ക് ഒറ്റ പ്രാർത്ഥന ഉള്ളായിരുന്നു, ഇനി എൻ്റെ കുഞ്ഞിനെ ഒരു ഓപ്പറേഷൻ ചെയ്യാതെ കർത്താവെ തൊട്ട് സുഖപ്പെടുത്തണമേ ഉള്ളായിരുന്നു. അതുപോലെ തന്നെ സാധിച്ചു കിട്ടി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനം പറയുന്നു, അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി സമൂഹമധ്യത്തിൽ അസാധാരണമായ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അസാധാരണമായ അത്ഭുതങ്ങൾ, അൺയൂഷ്വൽ മിറക്കിൾ, അസാധാരണമായ അത്ഭുതങ്ങൾ സമൂഹമധ്യത്തിൽ കർത്താവ് ചെയ്യും. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അതിന്റെ വ്യക്തമായ തെളിവ് മനുഷ്യ ശരീരത്തിൽ നിന്ന് ഓപ്പറേഷനിൽ നീക്കം ചെയ്ത അവയവങ്ങൾ യേശു വീണ്ടും സൃഷ്ടിക്കുക. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാ. കരമുയർത്തി അടിച്ചേ, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ. പറഞ്ഞേ, എൻ്റെ കർത്താവ് വലിയവനാണ്. എൻ്റെ യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. യേശു പറഞ്ഞ ഒരു വചനമാണിത്. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കലോട്ട് വരാൻ ആരും തടയണ്ട. ഈശോയ്ക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുങ്ങൾക്ക് രോഗം ഉണ്ടാകുമ്പോൾ ഈശോയ്ക്കും വിഷമമാണ്. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ നമുക്ക് കാണാം, മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങൾ, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, കഴുത്ത് തളർന്ന്, നടുവ് തളർന്ന്, കാലുവയ്യാത്തൊക്കെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒത്തിരി വിഷമം തോന്നാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വയ്യാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ
ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ, സൗഖ്യദായകൻ പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ, കരുണാമയൻ സ്നേഹഗായകൻ, കരുണാമയൻ സ്നേഹഗായകൻ. യേശു 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 യേശു, ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു